السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. പിർസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ തഫ്സീർ ക്ലാസ് എത്തിക്കറ് ഞങ്ങളെടുത്തോ പണ്ടോ അതിൽ സൂറത്തുൽ ബലദ്റോ ഒന്നര പിടിച്ചിട്ട് 4 തോലുള്ള ആയത്ത് ലാസ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടേത് ഇന്നതിൽ ബാക്കി ഭാഗമായിട്ടിക്കറ് ഞങ്ങൾ വിശദീകരിക്കുക ഉദ്ദേശിക്കറോ സൂറത്തുൽ ബലദ്റോ 5-ാമത്തെ ആയത്തിൽ പിടിച്ചിട്ടുള്ളേ ആ ഒരു തഫ്സീർ എത്തിക്കറ് ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുക പോണ്ടു ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم أيحسب أن لن يقدر عليه أحد. 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്ന മനുഷ്യന്മാരെ ನಾವು ഉണ്ടാക്കിരെ ಬಾರಿ ஒரு கஷ்டத்தை அவஸ்தையில் இட்டிக்கிறது. அதாவது ஜீவனை சொல்கிறது உம்மரை பைத்தரே பிடிச்சிட்டு ಈ ದುನಿಯಾவுக்கு ಬಂದಿಲ್ ಪಿನ್ನೆ ದುನಿಯಾವಲು ಎತ್ರಮ ಕಷ್ಟ ಎಲ್ಲ ಅನುಭವಿಸಿಟ್ಟಿಕ್ಕೊನು ஒரு ಮನುಷ್ಯ ಎಂದಾಕೊನಾಯಿ ಜೀವಿಕೊನಾಯಿ അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യരോട് കേൾക്കറി അയഹ്സബു അവನು വിയർച്ചിറാണ അല്ല യഖ്ദിറ ഖദറ യഖ്ദിറു ചൊന്നെങ്കിൽ താക്കത്ത് അല്ല യഖ്ദിറ ഒരാൾക്കും താക്കത്തില്ല അലൈഹി അവൻ്റെ മേൽ അഹദ് ഒരാൾക്കും. അപ്പോൾ ഒരാളും നൻ്റെ കൺട്രോളാക്കിയോ ഇല്ല, ഒരാൾക്കും നൻ്റെ മേൽ ഒരു അധികാരം ഇല്ല, ಎಲ್ಲ ನಂಡೆದಲೇ ಆವಡೆ ಚೊಂತುಲ್ಲೆ ಆವರು ಬಿಯಾರ ಮನುಷ್ಯಗು ಉಂಡಾ ಚೊಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ಕೇಕ್ರೆ ಯಕೂಲು ಅವನು ಚೊಲ್ರ ಮನುಷ್ಯಮ್ಮಾರು ಚೊನ್ನೊಯ್ಕ್ರಾರ್ ಎಂದರೆ ಅಹ್ಲಕ್ತು ನಾನು ನಾಶಾಕಿ ಬಿಟ್ಟೆ. അതായത് കാസറ വിഷയം അഹ്ലക്തു മാലൻ സമ്പത്ത്. അപ്പോൾ സമ്പത്തിങ്ങനെ ಖರ್ಚಾಕಿയിട്ട് ಅದರ ನಾನು ವೇಸ್ಟಾಕಿ ಬಿಟ್ರೆ ನಾಶಾಕಿ ಬಿಟ್ರೆ ಲುಬದ എങ്ങനെ ಮೇಲ್ಗೆ ಮೇಲ್ ಖರ್ಚಾಕಿಟ್ಟು ಕಂಟಿನ್ಯೂ ಆയിട്ട് ಖರ್ಚಾಕಿಟ್ಟು ನൻ്റെ സമ്പത്തിനെ ನಾನು എന്താക്കി ಬಿಟ್ರೆ നാശാക്കി ಬಿಟ್ರೆ ചൊന്നെങ്കിൽ ഈ ಬೇನ್ಮ എത്ര നമുക്ക് ಖರ್ಚಾക്കു സാധ്യമുണ്ട് അങ്ങനത്തെ ഒരു അഹങ്കാരത്തെ ഒരു പൽക്കൈറ്റിക്കറ് മനുഷ്യന്മാർ ചൊന്നുല്ലേ. അയഹ്സബു പിന്നും അല്ലാഹു കേൾക്കറ അയഹ്സബു അവನು വിയർച്ചിറാണ അല്ലം യറഹു അവൻ്റെ ഒരാളും നോക്കിയോ ഇല്ല അഹദ് ഒരാളും അവൻ്റെ നോക്കിയോ ഇല്ല, അവൻ്റെ കണ്ടോ ഇല്ല ചൊന്തു അവನು വിയർച്ചിറാണ അല്ലേ. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ 3 ആയത്തിൽ ചൊല്ലുറെಂದರೆ മനുഷ്യന്മാരെ ഒരു അവസ്ഥ ഇട്ടിക്കറ് കയ്യിൽ സമ്പത്ത് ಬಂದಿಟ್ಟಾയെങ്കിൽ അത് എങ്ങനെ ചിലവാക്കറേ ചൊല്ലുടെ ഒരു ബിയറ ഇല്ലാണ്ടെ അവനുക്ക് ಬೇನ್ಮಾಯ ರೂಪത്തിൽ ಬೇನ್ಮಾಯ ರೀತಿയിൽ ഹറാമ ഹലാല എന്തും നോക്കാണ്ടെ അങ്ങനെ ഒട്രാസി ಖರ್ಚಾക്കിற ഒരു അവസ്ഥ മനുഷ്യന്മാർക്കുണ്ടു. അങ്ങ് വിചാരിക്കരെಂದರೆ നൻ്റെ മേൽ ഒരാൾക്കും കൺട്രോൾ ഇല്ല, നൻ്റെ മേൽ ഒരാൾക്കും അധികാര ഇല്ല, നൻ്റെ ഒരാളും നോക്കിയോ ഇല്ല, നക്ക് ಬೇನ್ಮಾയ പോലെ ജീവിക്കുക ಬೇನ್ಮಾയ പോലെ ആക്കുക ചൊല്ലുടെ ആ ഒരു ರೂಪത്തിൽ എത്തിക്കറ് മനുഷ്യന്മാരുടെ അവസ്ഥ ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുറ്. അതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അവനുക്ക് കൊടുത്ത നിഅമത്തിൻ്റെ വിഷയ കേൾക്കറി ಅದರ ವಿಷಯത്തിൽ ಆಲ್ಚನಾക്കുക അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുറ് അലം ನಾನು ಹಾಕಿಟ್ಲೆ ಅಲಂ ನಜಅಲ್ ನಾನು ಹಾಕಿಟ್ಲೆ ಲಹು ಅವನಿಗೂ ಆ ಮನುಷ್ಯಗೆ ಹಾಕಿಟ್ಲೆ ಎಂದ್ರೆ ಹಾಕಿ ಕೊಡ್ತುಟ್ಲೆ ಐನುನ್ ಚೊಂದೆಂಗ್ ಕಣ್ಣು ಐನೈನ್ ಜಂಡು ಕಣ್ಣು. അപ്പം 2 കണ്ണ് ನಾನು അവനുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ, കാണ്ടത് കാണുകയും അതേപോലെ മനസ്സിലാക്കുകയുള്ളത് മനസ്സിലാക്കുകയും എല്ലാ ರೀತಿಯಲ್ಲೂ അല്ലാഹു സുബ്ഹാനഹു തആല 2 കണ്ണ് ನಾನು ನಿಂಗೆ ತಂತಿಲ್ಲೇ ಅವನು ಕೊಡ್ತುಟ್ಲೆ ಚೊಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ಕೇಕ್ ವಲಿಸಾನನ್ അതേപോലെ നാവു വശഫതൈൻ 2 ചുണ്ടു ഷഫത്തുൻ ചൊന്നെങ്ക് ലിപ്പ് ചുണ്ടു. അപ്പോൾ ഷഫതൈൻ 2 ചുണ്ടു. അപ്പോൾ 2 ചുണ്ടും ഒരു നാവും ನಾನು ಅವನಿಗೆ എന്താക്കിയ കൊടുത്തിട്ടില്ലേ. അപ്പോൾ പൽക്കവരെയോഗു അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു ഇത് നമുക്ക് ഉണ്ടാക്കി തന്നറ. പിന്നെ അല്ലാഹു ചൊല്ല വഹദൈനാഹു ನಾನು ಅವನಿಗೂ ಕಾಟಿ ಕೊಡ್ತೀರ ನಾನು ಅವನಿಗೂ ಗೈಡ್ ಹಾಕಿರ ಎಂದ್ರೆ ಗೈಡ್ ಹಾಕಿರ ಅನ್ನಜ್ದೈನ್ ನಜ್ದ್ ತೆರು ಅನ್ನಜ್ದೈನ್ ಜಂಡು ತೆರು ಜಂಡು ಮಾರ್ಗ ನಾನು ಅವನಿಗೂ ಕಾಟಿ ಕೊಡ್ತುಟ್ಲಿ. ഏത് രണ്ട് മാർഗ? ഒന്ന് സത്യത്തെ മാർഗ, പിന്നൊന്നു അസത്യത്തെ മാർഗ. ഒന്ന് ഹിദായത്തിൻ്റെ മാർഗ,
പിന്നൊന്ന് ദലാലത്ര മാറുക, ഒന്ന് ന്യായത്തെ മാറുക, പിന്നൊന്ന് അന്യായത്തെ മാറുക, ഒന്ന് ധാർമ്മികമായി മാറുക, പിന്നൊന്ന് അധാർമികമായി മാറുക. ഇങ്ങനെ രണ്ട് മാറുക അല്ലാഹു സുബ്ഹാനഹു തആല കാട്ടി തന്ന விஷயத்துக்கு அல்லாஹ் சுப்ஹானஹு வ தஆலோட சொல்றேன். அப்போ இது அல்லாஹ் தந்த நிஅமத்தை டிக்கிற ஒரு மனுஷக்கு அல்லாஹ் சுப்ஹானஹு வ தஆല கொடுக்குற நிஅமத்தை டிக்கிற ഈ നിഅമത്ത് വെച്ചിട്ട് ഏത് സത്യ, ഏത് കലവു, ഏത് നേരല്ല, ഏത് ഹിദായത്ത്, ഏത് ദലാലത്ത് ചൊന്തു ആ മനസ്സിലാക്കുള്ള താക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യക്ക് കൊടുത്തുറ. അപ്പോൾ ഇതെന്തും യൂസ് ആക്കാണ്ടെ അവൻ്റെ അവസ്ഥ എന്തേ ഫലഖ്തഹമൽ അഖബ അല്ലാഹു ചൊല്ലു. ഫലഖ്തഹമ അവನು ഭൂലില്ല. അതായത് കഹമ ചൊന്നെങ്കിൽ എന്തേ അറബിൽ കഹമ ഇഖ്തഹമ ചൊന്നെങ്കിൽ ആലോചന ആക്കാണ്ടെ സഡന്ന് ഒരു സ്വറ ആക്രി. അപ്പോൾ സഡന്ന് ഒരു സ്വറ ಅವನು ಹಾಕಿಲ್ಲ ಅಂತ ಐತಿಕ್ರ ಅಲ್ಲ ಜೊತೆ ಹೆಂಗಂತೆ ಸ್ವರ ಅಲ್ ಅಕಬ ಅಕಬತ್ತೆ ತೆರುಗ ಅವನು പോണ്ടില്ല ಅಂತ അക്കബ ചൊന്നെങ്കിൽ അക്കബ ചൊല്ലുறது ലാംഗ്വേജ് പരമായിട്ട് ഞങ്ങൾ നോക്കുറെങ്കിൽ ഒരു ഗുഡ്ഡര മേൽക്ക് 10 ഗുല്ലെ ഒരു റോഡ് കയറ്റിക്കറ് എന്തൊരു ചൊല്ലേ അറബിൽ അക്കബ എന്ന് ചൊല്ലുന്നത്. ഗുഡ്ഡര മേൽക്ക് ഇങ്ങനെ പത്തിയോ പോണ്ടതായ ഒരു തെരുവിക്ക് അല്ലേ, സാധാരണ ചൊല്ല ഘാട്ടി, അതേപോലെ മേല് ഇങ്ങനെ ഗുഡ്ഡര മേൽക്ക് പത്തരതായ തെരു, അത് കയറ്റിക്കറ് അക്കബ എന്ന് ചൊല്ലുന്നത്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുறது എന്തൊരു കുറേ നല്ല വിഷയമുണ്ട്, കുറേ നല്ല വിഷയ, ಅದರ ವಿಷಯത്തിൽ എന്താക്കണം ಅವನು ಆಲೋಚನೆ ಆಕಾಂಟೆ ಎದುರುಗೋಣು. അതേറ്റിക്കറ് മനുഷ്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വിഷയ അങ്ങനെ ആക്കോണുണ്ട് എത്തിക്കറ് ചൊല്ലുന്നത്. അതായത് നല്ല വിഷയത്തേക്ക് പിന്നെ ആലോചനാക്കി നിൽക്കോ തീരാ. ഒരു കാര്യം നല്ലതുണ്ടുണ്ടായെങ്കിൽ നല്ലതാക്കുക ഓർത്തക്ക് ബിയാറ ഉണ്ടുണ്ടായെങ്കിൽ ആ കാര്യം പിന്നെ അവನು ആലോചനാക്കിയിട്ട് അവിടെ നിൽക്കുക തീരാ. അവನು ಅದರ ಮೇಲೆ എന്താക്കണം അതിൽ ആ തെരുളവൻ പോണു. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അഹങ്കാര കാട്ടുന്ന മനുഷ്യരുടെ വിഷയത്തിൽ അല്ലാഹു ചൊല്ലുന്നത് ഫലഖ്തഹമൽ അഖബ. ഫലഖ്തഹമ അവನು ആലോചനാക്കാണ്ട് പോണ്ടില്ല. എന്തിടത്തേക്ക് പോണ്ടില്ല? അൽ അഖബ, ആ ഗുഡ്ഡരെ മേൽക്ക് പത്ര അല്ലെങ്കിൽ ആ നല്ലതിരെ തെറുക പത്ര ഒരു അവസ്ഥ അവൻ്റെ ഇല്ല. വമാ അദ്റാക മൽ അഖബ. പിന്നെ അല്ലാഹു കേൾക്കറ് വമാ അദ്റാക, നിനക്കെന്തൊരു പിടിയുണ്ടു മൽ അഖബ. അഖബ ചൊന്നെങ്കിൽ എന്തിനുണ്ട് നിനക്ക് പിടിയുണ്ടാ. പിന്നെ ആ അഖബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എക്സ്പ്ലെയിൻ ആക്കരുതേറ്റിക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗുഡ്ഡര മേൽ പത്ര തെരു ചൊന്നെങ്കിൽ ഉദ്ദേശിച്ചിരെന്തേ അതേറ്റിക്കറ് അല്ലാഹു എക്സ്പ്ലെയിൻ ആക്കറേ. ഫക്കു റഖബ, ഫക്കു ബുട്ടുബിಡ್ರದೇಟಿಕ್ಕರು, ಮೋಚನ ಹಾಕಿರದೇಟಿಕ್ಕರು. ಎಂದರ್ಥ ಮೋಚನ ಹಾಕೋಣ? ರಕಬ. ರಕಬ ಚೊಲ್ರದ್ರ ಭಾಷಾ ಅರ್ಥ ಅಂದರೆ ಪೆರಡಿ, ಕಲ್ತುಂಟ അങ്ങനെ ഇത്തിക്കറ് ಅದರ ಅರ್ಥ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കറ് അടിമ ഇട്ടിക്കറ്. അടിമമാർ അങ്ങനെ ഒരു എന്തേ ആൾമാർ അങ്ങനെ അണ്ടറിൽ അടിമമാർ ഒരാൾ അണ്ടറിൽ ഇരിക്കാറ്. അപ്പോൾ അങ്ങനെ കൽത്തെപ്പം കീഴെ ഇട്ട് അങ്ങനെ ഒരു ബഗ്ഗി നടക്കുകയാണ് ഇട്ടിക്ക. അപ്പോൾ അത് ഇട്ടിക്കറ് അടിമമാർക്ക് അറബിൽ റക്കബ ചൊന്തു യൂസ് ആക്കറേ. അപ്പോൾ ഫക്കു റക്കബ അടിമമാരെ മോചനാക്കരുത് ഇട്ടിക്കറ് നല്ല തെറു. അക്കബ ചൊന്നെങ്കിൽ അത് ഇട്ടിക്കറ് അല്ലേ. ആ നല്ല തെറുക എന്താക്കില്ല പോണ്ടില്ല. അടിമമാരെ മോചനാക്കുന്ന വിഷയത്തിൽ എത്രമാ പ്രോത്സാഹ ഇസ്ലാം എന്താക്കിയത് നമുക്ക് പഠിപ്പാട്ടി തന്നത്. ഒരു അടിമരെ മോചനാക്കിണ്ടായെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചൊന്നു, അവൻ്റെ അവയവം എത്ര ഉണ്ടാ ആ എല്ലാ അവയവം അത്രമേ ഞങ്ങളെ അവയവം എന്താവു നരകത്തിൽ നിന്ന് ബച്ചവാവുടുണ്ട് എത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് കാണ്ടി. ആ ഒരു പൽക്കത്തിലെത്തിക്കറ് സഹാബിറങ്ങ് എത്രമാ അടിമമാർ മുസ്ലിമായിട്ടുള്ളേ നബിയുടെ കാലത്തിൽ ഇന്ന് മക്ക മുശ്രിക്കുമാരുടെ അണ്ടറിൽ ഇന്ന് അടിമമാരെಲ್ಲ മോചനാക്കി വന്നത് നമുക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചരിത്രത്തിലുള്ള കാണ്ട്. അബൂബക്കർ റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹുവിനെ മോചനാക്കിയതും അതേപോലെ മക്കത്തിലിക്കുമ്പത്തിಗೆ 6-7 അടിമമാരെ അബൂബക്കർ റളിയല്ലാഹു എന്താക്കിത്ത് മോചനാക്കി തിന്ത്. അപ്പോൾ ആ മോചനാക്കുന്നത് ചെറിയ കാശൊന്നും അല്ല. ഉലമാക്കന്മാർ ചൊല്ലാറ് ഇണ്ട് ഒരു അടിമരെ മോചനാക്കുന്നുണ്ടായെങ്കിൽ അണ്ടത്തെ കാശ്രീ ഇണ്ടത്തേക്ക് ഞങ്ങൾ ടാലി ആക്കുന്നുണ്ടായെങ്കിൽ ജണ്ടറലാക്ക് വേണം. ജണ്ടറലാക്ക് ഇണ്ടത്തെ ജണ്ടറലാക്ക് റുപ്പീസ് അത് വേണുണ്ടായി തിക്കറ് ഉലമാക്കന്മാർ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് അത്ര മഹത്വമുള്ള ഒരു കാര്യം ഇട്ടിക്കറ് എന്തേ അടിമരെ മോചനാക്കരുത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ തെറുകു എന്താക്കില്ല ആ അഹങ്കാര കാട്ടുറവണു പോണ്ടില്ല. അത് മാത്രമല്ല പിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറേ ഔ ഇത്ആമുൻ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കരുത് എത്തിക്കറ് ഫി യൗമിൻ ഒരു നാൾ സീ മസ്ഗബ
ജി മസ്ഗബ ചെന്നെങ്കിൽ പട്ടിണി ഉള്ള നാൾ. അപ്പോൾ കൊറിയാൾമാർക്ക് എന്തിരിക്കിற പട്ടിണി ഉള്ള നാളിക്ക് ബൈത്തിൽ എന്തൊക്കെയില്ല പൈച്ച് തിക്കറാറ് അല്ലേ. ഒരു മനുഷ്യക്ക് ഫുഡ് കിട്ടുന്ന നാളിക്കറ്, ഫുഡ് കിട്ടാണ്ട് പൈച്ചിത്തുള്ള നാളിക്കറ്. അപ്പോൾ ഫുഡ് കിട്ടാണ്ട് പൈച്ചിത്തുള്ള നാൾ രണ്ട് അങ്ക് ഫുഡ് കൊടുക്കറങ്ങാവണം. അതേറ്റിക്കറ് അഖബ. അങ്ങനത്തെ തെറുകു പത്തണു മാത്ര ഇങ്ങെന്താക്കിയോ ഇല്ല, അത് പത്തിയോ ഇല്ല. അഹങ്കാര കാട്ടുറങ്ങ ഇങ്ങനെ ഫുഡ് കൊടുക്കിற ഒരു പ്രോത്സാഹ കാട്ടില്ല. അതേപോലെ പൈച്ചിത്തുള്ളങ്ക് തിന്നുപാട്ടില്ല. മാത്രമല്ല യത്തീമൻ ദാ മക്രബ. അക്കബ ചൊന്നെങ്കിൽ യത്തീമറെ സംരക്ഷിക്കരുതേറ്റിക്കറ്. ദാ മക്രബ അതും കുടുംബ ബന്ധുല്ലേ യത്തീമറങ്ങ കുടുംബത്തിലുള്ളേ. ദാ മക്രബ ചൊന്നെങ്കിൽ കുടുംബ ഉള്ളതായ യത്തീമുമാർ. സാധാരണ യത്തീമുമാരുടെ പിർസാക്കൃതും അങ്ങനെ സംരക്ഷിക്കരുതുകെ എത്രമാ എന്തുണ്ടു മഹത്തുണ്ട് ഇസ്ലാമിലും അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു നാനും യത്തീമറെ സംരക്ഷിക്കണോ ഇതുപോലെ ഇട്ടിക്കറ രണ്ട് ബെർലരെ ഒട്ടിಗೆ പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടിട്ട് സ്വർഗത്തിൽ ഇതുപോലെ ഇക്കരണങ്ങ. അപ്പം അത് നബിരൊട്ടിಗೆ ഉള്ള സഹവാസൻ അങ്ക് കിട്ടുന്നുണ്ടെത്തിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടു. അപ്പോൾ ഇത് കുടുംബത്തങ്ങളൊട്ടികുള്ള യത്തീമുമാർ, കുടുംബത്തെ ഉൽഗത്തിലുള്ള യത്തീമുമാർ. അപ്പോൾ അങ്ങനെ സംരക്ഷിക്കുന്നത് അതിരണ്ട് യാറ മഹത്തുള്ള കാര്യട്ടിക്ക്. പിന്നെ ഒരു ഹദീസിൽ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനാക്കിற വിഷയത്തിൽ ചൊല്ലു, ദാനാക്കുന്നത് മഹത്തുള്ള ഒരു കാര്യട്ടിക്ക്. കുടുംബത്തങ്ക് ദാനാക്കുന്നത് അവിടെ രണ്ട് കാര്യം നടക്കരുത്. രണ്ട് കൂലിയുണ്ടു. ഒന്നു ദാനത്തെ കൂലിയുണ്ടു, രണ്ടാമത്തേത് കുടുംബ ബന്ധ ചേർത്ത കൂലിയുണ്ടു. അപ്പം ഇങ്ങനെ കുടുംബ ബന്ധ ഉള്ള യത്തീമുമാരെ സംരക്ഷിക്കരുത്. അത് അക്കബൽപ്പെട്ടതേറ്റിക്കരുത്. നിങ്ങൾ ആ ഒരു നന്മരെ നല്ലതിരെ തെറുകു പത്രതായ ഒരു അവസ്ഥ ഇട്ടിക്കരുത്. മാത്രം ഇങ്ങ അഹങ്കാര കട്ടുற മനുഷ്യന്മാരെന്താക്കില്ല അതുക്കും പത്തില്ലാണ്ട് എത്തിക്കരുത്. അതേപോലെ ഔ മിസ്കീനൻ ദാ മത്രബ അല്ലെങ്കിൽ അക്കബ ചൊന്നേന്ദ്രെ മിസ്കീനുമാർക്ക് എന്താക്കരേ സഹായാക്കരേ. എങ്ങനത്തെ മിസ്കീനുമാർ ദാ മത്രബ ചൊന്നെങ്കിൽ മണ്ണ് പുറണ്ടതായി. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത്തരം ദാരിദ്ര്യമുള്ള പാവത്തെ മിസ്കീനായ ആൾമാർ മണ്ണിൽ കിടന്നിട്ട് പണിയെടുക്കുകയാണ്. അങ്ങനത്തെ മിസ്കീനായ ആൾമാർക്ക് എന്താക്കില്ല ഹെൽപ്പാക്കില്ല. അപ്പം ഇങ്ങനെ ഇത്തിക്കറങ്ങളെ അവസ്ഥ അഹങ്കാര കാട്ടുറങ്ങളെ അവസ്ഥ ഇതേ ഇട്ടിക്കറ്. അങ്ങനെ ഇങ്ങനത്തെ തെരുവൊന്നും പോടില്ല. അതുമാത്രമല്ല പിന്നും അല്ലാഹു ചൊല്ല സുമ്മ പിന്നെ കാന മിനല്ലദീന ആമനു വിശ്വസിച്ചങ്ങളെ കൂട്ടത്തിലും അങ്ങ് പെടില്ല. വിശ്വസിച്ചങ്ങളെ കൂട്ടത്തിലും അങ്ങ് ആവില്ല. വതവാസൗ ബിസ്സബ്രി സബർ കൊണ്ടിട്ടു പരസ്പര ഉപദേശാക്രങ്ങളെ കൂട്ടത്തിലും അങ്ങാവില്ല. വതവാസൗ ബിൽ മർഹമ അതേപോലെ റഹ്മത്ത് കാട്ടുപോയിട്ട് പരസ്പര ഉപദേശാക്രങ്ങളെ കൂട്ടത്തിലും അങ്ങ് പെടില്ല. അപ്പം ഇങ്ങനത്തെ അങ്ങ് ഇട്ടിക്കറാറ് ആ അഹങ്കാര കാട്ടുற മനുഷ്യന്മാരുടെ അവസ്ഥ ചൊന്തു അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലു. അപ്പോൾ എന്നിട്ട് അതിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിശേഷണല്ല ചൊന്നതിൽ പിന്നെ അള്ളാഹു ചൊല്ലറേ ഈ എന്തൊരു ഇങ്ങനെ നല്ല തെരുക്ക് പോകണ്ടെങ്ക അതേപോലെ അടിമര മോചനാക്കിറങ്ങ അതേപോലെ പാവത്തങ്ക് പട്ടിണിയുള്ള നാൾ രണ്ട് ഫുഡ് കൊടുക്കുറങ്ങ അതേപോലെ കുടുംബ ബന്ധത്തിലുള്ള യത്തീമുമാർക്ക് സംരക്ഷിக்கிறങ്ങ മിസ്കീനുമാർ സംരക്ഷിக்கிறങ്ങ വിശ്വാസിയാവിടങ്ങ പരസ്പര സൊബറിൽ ഉപദേശാക്കിറങ്ങ റഹ്മತ್ರ ഉപദേശാക്ക ಹಿಂಗೆಲ್ಲ ಎವಡುಲ್ಲಂಗ ಪರಲೋಕത്തെ ಅಂಗಲ ಅವಸ್ಥೆ ಅಂದರೆ ಉಲಾಯಿಕ ಅಂಗ ಅಸ್ಹಾಬುಲ್ ಮೈಮನ അങ്ങയിട്ടിക്കറാറ് ബലത്തെ ഭാഗത്തെ ആൾമാർ റൈറ്റ് സൈഡിൽ ആൾമാർ അല്ലെ. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല 3 വിഭാഗ ആക്കിற ചൊന്തു സൂറത്തുൽ വാഖിയയിൽ അല്ലാഹു ചൊന്നറ പരലോകത്ത് 3 ടീമിക്ക്. ഒന്ന് മുഖർറബീങ്ങ അള്ളാഹുಗೆ ಎಲ್ಲ ತಂಟಿ ಮುಟ್ಟವುಲ್ಲಂಗ. രണ്ടാമത്തേത് എന്തിരെ ബലത്തെ സൈഡിലുള്ളങ്ങ മൈമണ ബലത്തെ ഭാഗത്തിൽ നിൽക്കിറങ്ങ. പിന്നൊന്നു മഷ്അമ ഇടത്തെ ഭാഗത്തിൽ നിൽക്കിറങ്ങ. അപ്പോൾ മുഖർറബീങ്ങ അങ്ങനെ അവസ്ഥ എന്തിരെ അങ്ങ് ഡയറക്റ്റ് സ്വർഗത്ത് അള്ളാഹുരൊട്ടിಗೆ അത്ര ഇബാദത്താക്കിയിട്ട് മുഖർറബീങ്ങായിട്ടുള്ളേ അള്ളാഹുಗೆ ಎಲ್ಲ ತಂಟಿ ಯಾರು ಇಷ್ಟುಲ್ಲೇ കരീബായ ആൾമാർ അങ്ങ് ഡയറക്റ്റ് സ്വർഗത്തുക്ക് പോകണ്ടങ്ങ എത്തിക്കാറ് ഹിസാബില്ലാണ്ട്. അതേപോലെ മൈമണ ബലത്തെ ഭാഗത്തുള്ളങ്ങ അങ്ങും മുഅ്മിനുമാരെ മാത്ര അങ്ങോട്ടേക്ക് എന്തിരിക്കറ് കുറേ തപ്പെല്ലാം സംഭവിച്ചിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആൾമാർക്ക് അതിൽ മാഫാക്കുക. അതേപോലെ ചില ആൾമാർക്ക്
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലെ ശിക്ഷയിൽ പിന്നെ മാഫാക്കുക. ചില ആൾമാർക്ക് അങ്ങനെ ഒരു ആവറേജ് മാർക്കുള്ള അങ്ങ് ബലത്തെ ഭാഗത്തിലുള്ള കയറ്റിക്കാർ, മാത്രം ഇടത്ത ഭാഗത്തുള്ള അങ്ങ് ഡയറക്റ്റ് നരകത്ത് കയറ്റിക്കർ പോണ്ടേ. അപ്പോൾ ഇവിടെ ഈ എല്ലാ സ്വറാക്രങ്ങളെ വിഷയത്തിൽ അള്ളാഹു എന്ന് വെച്ചാൽ ഉലൈക അസ്ഹാബുൽ മൈമന അങ്ങ് ബലത്തെ ഭാഗത്തിലുള്ള പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല വല്ലദീന കഫറു കാഫിറായ ആൾമാർ കാഫിറായ ബി ആയാത്തിന ഞങ്ങളെ ആയത്തിനെ ഞങ്ങളെ ദൃഷ്ടാന്തത്തെ നിഷേധിക്കുന്ന ആൾമാർ ഹും അസ്ഹാബുൽ മഷ്അമ അങ്ങ് ഇടത്ത ഭാഗത്തിലുള്ള ആൾമാറായിട്ടിക്കാർ അല്ലേ. കാഫിറായ ആൾമാർ കുഫറിലുള്ള അങ്ങ് ഇടത്ത ഭാഗത്തിലുള്ള പരലോകത്ത് ഇടത്ത ഭാഗത്തിൽ പോണ്ടേ ആൾമാറായിട്ടിക്കാർ. അങ്ങനെ അവസ്ഥ എന്തേ അലൈഹിം അങ്ങനെ മേലുണ്ടു നാറും മുഅ്സദ നാറും നരകത്തെ തീ ഉണ്ടു. എങ്ങനത്തെ തീ? മുഅ്സദ മുച്ചു വെച്ചതായി തീ, അതായത് മുച്ചു വെച്ചിട്ട് അങ്ങനെ നരകത്തിലിട്ട് കത്തുപാട്ടുള്ള അവസ്ഥയിട്ടേക്ക് ആ എടുത്ത ഭാഗത്തിൽ അങ്ങുള്ളേ ചൊന്തു അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും. അപ്പോൾ ഇതേ ടിക്കറ് ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കും. എന്തിനെ ഇതിനെ ചുരുക്കിട്ട് ചൊല്ലുണ്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം സത്യപിടിച്ച് ചൊല്ലുന്നത് മനുഷ്യന്മാരുടെ ജനറലായിട്ടുള്ള ഒരു സ്വഭാവമായിട്ടിരിക്കുന്ന അഹങ്കാര ചൊല്ലുന്നത്. കാസ് കിട്ടിയ സാത്തുക്ക് ബേന്മായ പോലെ ദുന്ത് വെച്ച കാട്ടിട്ട് ಖರ್ಚಾക്കിയിട്ട് ಒಟ್ರಾಸಿ ಜೀವಿக்கிற ಅವಸ್ಥೆ. അങ്ങ് നല്ലത് ಅಂಕು നല്ലതിക്ക് പോകില്ല എല്ലാത്തരും നാ കാട്ടി കൊടുത്തുറേ, ಅಂಕು കണ്ണു കൊടുത്തുറേ, ಅಂಕು നാവ് കൊടുത്തുറേ അല്ലേ, രണ്ട് മാർഗ്ഗ കാട്ടി കൊടുത്തുറേ. ഇതിൽ പോവാണ്ടെ അങ്ങെന്താക്കി ആ നല്ലതിക്ക് പോണ്ടില്ല. എന്തിനാ നല്ലതിക്ക് പോണ്ടില്ല? ആ നല്ലത് ഏതല്ല ചൊന്ത അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിച്ച. അപ്പോൾ നല്ലതിക്ക് പോയ എനിക്ക് എന്തുണ്ട്? അങ്ക് പരലോകത്ത് രക്ഷ ഉണ്ട്. ആയെങ്ക അള്ളാഹു രായത്തിനെ നിഷേധിച്ചിട്ട് ബെടുക്ക് തെറു പിടിக்கிறങ്ക് അങ്ങ് ഇടത്ത ഭാഗത്തിലേക്ക് തിക്കറാറ് മാത്രമല്ല അങ്ങ് നരകത്തേക്ക് പോണ്ടെങ്കിൽ തിക്കറാറ് ചൊന്ത തിക്കറ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ വിശദീകരിച്ച്. ഏതായെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കുകയും ആ ഖുർആനിൽ കിട്ടിയ പാഠത്തെ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് അമലാക്കുകയും നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.